5. സംഘപ്പൊരുൾ. ബലരാമന്റെ പലചരക്ക് കടയ്ക്കും കാലിലെ വാതപ്പൊട്ടിനും നിറം വയ്ക്കുന്നു. രാജശേഖരന്റെ വിയർപ്പിന് കസ്തൂരിഗന്ധം. അർത്ഥം: ഇതിഹാസം പുകവലിച്ചു രസിക്കുന്നു. കൂർത്ത തീയതികൾ നിറഞ്ഞു വീങ്ങി ചരിത്രാധ്യാപകർ പൊട്ടി ഒലിക്കുന്നു. ശമ്പള സ്കെയിലിൻ്റെ വലിയ നേർവഴിയിൽ ചരിത്രം സാഹിത്യമാകുന്നു. മാത്യു വർഗീസിന്റെ ഭരണികളിൽ ഐതിഹ്യങ്ങൾ ലഹരി കൊള്ളുന്നു. സൗഹൃദ സംഭാഷണങ്ങൾക്കിടയ്ക്ക് ഗർഭങ്ങൾ അലസിപ്പിരിയുന്നു. വൈദികർ തെറിപ്പാട്ടിന് കാതോർക്കുന്നു. ശിവശങ്കരൻ അലസിയ ഗർഭം പോലെ ചില്ലുഭരണികൾ തേടി നടക്കുന്നു. ഇഷ്ടിക മണ്ണിലേക്ക് കുമ്പസാരിക്കുന്നു. മണ്ണുപോലെ ജനത മാനസാന്തരപ്പെടുന്നു. സംഘകാലത്തെ ഒരു രാത്രിയിൽ മുരശിൽ പോരടിച്ചു തകരുന്ന യോദ്ധാവിനോട് രാജാവ് പറഞ്ഞു, വിഡ്ഢി, നിർത്തുക. അവൻ വിതുമ്പി, നിർത്തുന്നു. പക്ഷേ സമാധാനകാലത്ത് ആരും യുദ്ധം പരിശീലിക്കാത്തതിനാൽ ഞാൻ പോർമുരശിൽ ഒളിച്ചിരിക്കുന്നു. പോരാളി ദൈവം ചിരിക്കുന്നു. മാധവന്റെ ആട്ടക്കലാശത്തിലൂടെ കഥകളികൾ തിരനോട്ടം നടത്തുന്നു. മുങ്ങി മരിക്കുന്ന കുഞ്ഞുങ്ങൾ ജലോപരി നൃത്തമാടുന്നു. ചിലങ്ക അഴിച്ചുവെച്ച് ജലസസ്യങ്ങളിൽ വിശ്രമം കൊണ്ട് പൂക്കളായി ഒഴുകുന്നു. സേവ്യറിൻ്റെ നടത്തത്തിന് വചനസാന്ദ്രമായ അളവുകൾ ഉണ്ട്. ഓരോ ശബ്ദത്തിനും അളവും അടിസ്ഥാന മൂല്യബോധങ്ങളും ഉണ്ട്. വിഡ്ഢിപ്പാട്ടിന് താളം അല്ല നീതി. മൂലയിൽ വയ്ക്കും വടിയല്ല മൂല്യം. ഉപകാരത്തിന് ഊതൽ അല്ല കൂലി. തച്ചുശാസ്ത്രത്തിന് തറയിട്ട കണക്കിൽ വിരൽ എന്നും വിരല് തന്നെ. വിരലുപോലെ തന്നെ നീതിയും. സേവ്യറിൻ്റെ കയ്യിലെ വടിയുടെ നീളവും സഞ്ചിയിലെ ഉടഞ്ഞ കണ്ണാടികളും അവൻ്റെ അമ്മയോട് എന്ന പോലെ അമ്മയില്ലായ്മയോടും ചേരുന്നു. ഓരോന്നിൽ നിന്ന് വേർതിരിഞ്ഞു വരുമ്പോഴും എല്ലാം എല്ലാറ്റിലേക്കും കടന്നു ചെല്ലുന്നു. ഒരു കെട്ട് അഴിയുമ്പോൾ മറ്റൊന്ന് മുറുകുന്നു. രാഷ്ട്രത്തിൻ്റെ അതിഥി മന്ദിരങ്ങളിൽ അഭയാർത്ഥികൾ നിറയുന്നു. അവർക്കു വേണ്ടി പ്രത്യയശാസ്ത്രം ബാനർ കെട്ടുന്നു. ചരിത്രത്തിൻ്റെ മാറാപ്പിൽ നിന്ന് രാഷ്ട്രം ചോർന്നു പോകുന്നു. ഋതുക്കൾ ഇറച്ചിവെട്ടുകാരെ പോലെ തോലുരിഞ്ഞു കാണിക്ക വയ്ക്കുന്നു. ഭൂതം ഭാവിയുടെ സ്മാരകം. ചരിത്രം ബൈബിൾ വായിക്കുന്നു. ഭാവി ഭൂതത്തിൻ്റെ മൂലശില. ബൈബിൾ ചരിത്രം വായിക്കുന്നു. നമ്മുടെ കടുത്ത കുഞ്ഞുങ്ങൾ ആരുടെയോ ഉപരിതല പിണ്ഡങ്ങൾ. എണ്ണം പോലും വശമില്ലാത്ത മാർത്ത യാതനയുടെ കണക്കുകൾ മറക്കുന്നത് അർത്ഥപൂർണമെന്ന തോന്നലിൽ കൂടെ. അതവളുടെ അനുഭവങ്ങൾ. ത്രാസിൻ്റെ സൂചി താഴുന്നു. ഹർത്താൽ അനുകൂലികൾ തകർത്ത വാച്ചു നന്നാക്കുന്ന കടയുടെ നിലച്ച സൂചിയിൽ അരവിന്ദാക്ഷൻ ഇരുന്നു. കക്ഷികളുടെ സമാധാനത്തിനു വേണ്ടി അവൻ കലണ്ടറുകൾ മാറ്റിവെച്ചു. വർഷങ്ങൾക്ക് മുൻപ് ലക്ഷ്മീപുരത്തെ ഗ്രാമമുഖ്യൻ ഒരു പ്രസവം കൂടി പ്രതീക്ഷിച്ചു. വാളും കുന്തവും കൊണ്ട് മുറതിരുത്തുന്ന 6 സഹോദരന്മാർക്കും ചിലങ്കയണിഞ്ഞ് ചിരി തൂകുന്ന 5 സഹോദരിമാർക്കും പ്രിയയായ അനുജത്തി പിറന്നു. മാന്തോപ്പുകൾക്കും സൂര്യകാന്തിത്തോട്ടങ്ങൾക്കും ഇടയിലൂടെ നിത്യവും വില്ലുവണ്ടിയിലേറിയൊഴുകി രാധാകൃഷ്ണ ക്ഷേത്രത്തിൽ ചെന്ന് അവൾ തൊഴുതു. കൃഷ്ണഭക്ത. വിഡ്ഢിത്തം മാറാത്ത ലിംഗരാജന്റെ പ്രിയപ്പെട്ട പുത്രി. നിന്റെ തനിസ്വരൂപം. ശാരദയുടെ കൂട്ടുകാർ പറഞ്ഞു. ഉയരത്തിന് ഒത്ത വണ്ണം, അതിനൊത്ത ചെമ്പക നിറം, അതിനൊത്ത കാർമുടി.
മുടിയഴകിൽ തെളിഞ്ഞു വഴിയും ആവണക്കെണ്ണയുടെ കൊഴുത്ത തിളക്കം. ഇലപ്പഴുതിലൂടെ നോക്കി നിന്ന് നാട്ടിലെ ചെക്കന്മാർ പറഞ്ഞു, സുന്ദരി. സർവാംഗം ആഭരണങ്ങൾ. കൂട്ടുകാരുടെ പ്രശംസാവാചകങ്ങൾ വനം പോലെ അവളെ മൂടി. വനത്തിൽ നിന്ന് ചുരുളഴിഞ്ഞിറങ്ങി വന്ന് അഹങ്കാരത്തിൻ്റെ സർപ്പം അവളെ തീണ്ടി. ദൂരെ എവിടെയോ ഒരു നടവഴിയിൽ കടിക്കുന്ന പാമ്പിനെ തിരിഞ്ഞു ചവിട്ടുന്ന വർക്കിയുടെ കുടുംബം അതിഥി മന്ദിരം വെടിയുന്നത് അന്നവൾ അറിഞ്ഞില്ല. ഇന്നും അവൾ അതറിയുന്നില്ല. ജോസഫ് ചേട്ടൻ മാർത്താണ്ഡവർമ്മയെ ശകാരിക്കുന്നത് കേൾക്കാനേ ഇന്നവൾക്കാകൂ. അന്ന് 13 കഴിഞ്ഞപ്പോൾ അവളുടെ വിവാഹം നടന്നു. വരൻ ഗോവിന്ദാപുരം രാജവംശ പ്രധാനികളിൽ ഒരുവൻ്റെ അരുമ. നാടാകെ സദ്യയുണ്ട തിരുമണം. അനേകം മണങ്ങൾക്കു നടുവിൽ ഒടുങ്ങാതെ നീണ്ടുപോകുന്ന തീറ്റ. വസന്തങ്ങളുടെ ചായക്കോപ്പയിൽ ചാരുത നിറം ചൊരിഞ്ഞ കുടി. കച്ചവടത്തിൽ ഇതൊക്കെയല്ലാതെ മറ്റെന്താണ് വരുമാനം, ലാഭം? അംബികാകുമാരിയോട് അമ്പലമുറ്റത്ത് വെച്ച് രാജകുടുംബത്തിലെ ഒരു കാമി പറഞ്ഞു, അംബികേ, നിന്റെ സൗന്ദര്യം എന്നെ മതിപ്പിക്കുന്നു, എൻ്റെ കൂടെ വരൂ. അവൾ കൊട്ടാരത്തിലേക്ക് പോയില്ല. അവൾക്ക് ലജ്ജയായിരുന്നു. കച്ചവടം പല്ലക്കിലേറി വീട്ടിൽ വന്നു. ലജ്ജ വെടിയുമ്പോഴാണ് കച്ചവടം കനക്കുന്നത്. വിൽപ്പനയ്ക്ക് വെച്ച പഞ്ഞിക്കിടക്കയിലെ പൂവുകളിൽ വിരൽ സ്പർശിച്ചു മയങ്ങി വീണ് 2 മക്കളുടെ സൗഭാഗ്യമോർത്ത് അരമനസ്സോടെ അംബിക തുടുത്തു. ഭർത്താവിനെ ഓർത്ത് സഹതപിച്ചു. ആ സഹതാപമാണ് വെറുതെ നിന്ന് നഖം തിന്നാൻ മാർത്തയെ വിളിക്കുന്നത്. സഹതാപങ്ങളിലൂടെ അംബിക രാജപുരുഷനിലേക്ക് നടന്നു കയറി. അലങ്കാരങ്ങളുടെ കോവണി തട്ടിക്കളഞ്ഞ് വലിയ വീട്ടിലെ ഇടനാഴികളിലൂടെ അടക്കം പറച്ചിലുകൾ മുറുകിത്തിരിഞ്ഞു. കഥകൾ നിറഞ്ഞ വഞ്ചനകൾ പലവട്ടം കോവണി പണിതു. 3ാമത്തെ കുട്ടിയെ ഓമനിക്കുന്ന ഭർത്താവിനെ നോക്കി ഉള്ളുകൊണ്ട് ചിരിച്ചു. ചിരിച്ചുകൊണ്ട് കരഞ്ഞു. പാവം. വല്ലവരുടെയും വിഴുപ്പലക്കുമ്പോഴും എച്ചിൽ പാത്രം കഴുകുമ്പോഴും നെടുവേർപ്പിട്ട് ദേഷ്യപ്പെടുന്ന മാർത്ത പഴയ കാലങ്ങളെ തിന്നുന്നു. തന്നെ തിന്നുന്നു. തീറ്റ ഒരു യാതനയാണ്. നമ്മുടെ മനഃശാസ്ത്രം ഒരു വിഡ്ഢിപ്പാട്ടാണ്. മദ്യം കൊണ്ട് പാത്രം നിറയുന്നു, തെറ്റുകൊണ്ട് ശരി നിറയുന്നു. അംബികയുടെ ജന്മം നിറയുന്നു. 46-ൽ വിധവയായത് വിധിയല്ല എന്ന് ലിംഗരാജൻ ചിന്തിച്ചു. വീണ്ടും വീണ്ടും അംബിക കിടപ്പുമുറി അലങ്കരിച്ചു. നേർത്ത നിറം ചാലിച്ച ഓലക്കുട തെക്കൻ വെയിലിന് തടസ്സം നിൽക്കെ രാമച്ചത്തിൻ്റെ പാളികൾ നനച്ച് ജീവിതത്തെ തണുപ്പിച്ചു. പാട്ടുപാടി പല്ലുവേദന അകറ്റി. കൊട്ടാരത്തിൽ നിന്നും എത്തിയ കൗതുകത്തെ ഓമനിച്ചു. ശരി കൊണ്ട് തെറ്റു നിറയുന്നു. അച്ഛൻ കേൾക്കാൻ വേണ്ടി പഴയ കാമുകനോട് ഉച്ചത്തിൽ പറയുന്നു, തെറ്റും ശരിയും ഒന്നുമില്ല, എല്ലാം ശരീരത്തിൻ്റെ ആവശ്യം. നിന്റെ സ്നേഹം മരിച്ചിരിക്കുന്നു. കത്തി നിന്നിരുന്ന തിരിനാളം പെട്ടെന്നണഞ്ഞത് ആരും വകവച്ചില്ല. പാവം ലിംഗരാജന് പ്രായമായി. പലതും കണ്ട് ചുണ്ടുകളിൽ വാക്കുകൾ വറ്റിത്താണു മിണ്ടാതെ ഒടുങ്ങി. പണ്ടെന്നോ കണ്ടിട്ടുള്ള അപ്പനു വേണ്ടി ഒരു ബുധനാഴ്ച 2ഉം കൽപ്പിച്ച് ചായയിടുന്ന മാർത്തയ്ക്ക് ലിംഗരാജൻ്റെ വേദനകൾ അറിയില്ല, കണക്കും അറിയില്ല. കച്ചവടത്തിലെ ലാഭനഷ്ടങ്ങൾ 100 രൂപയിൽ നിക്ഷേപിച്ച് മാർത്തയുടെ അപ്പൻ മുഷിഞ്ഞ വിനിമയം നടത്തുന്നു. വീരപുരുഷ പാരമ്പര്യ കഥകൾ വിഡ്ഢികളെ വരവേറ്റ് തുടുക്കുന്നു. ആത്മഹത്യയിൽ വിരിഞ്ഞുലഞ്ഞ ക്ലാര നന്മയുടെ നാണയം കൊണ്ട് കച്ചവടത്തിലെ ഏതോ കടം വീട്ടുന്നു. മറ്റൊരു നഷ്ടക്കച്ചവടത്തിനു വേണ്ടി. അനേകം വേനലുകൾ കഴിഞ്ഞിട്ടും
അടുപ്പിൻ്റെ പോട്ടത്ത് ജീവിച്ചിട്ടും മാർത്തയ്ക്ക് ചൂടിൻ്റെ അർത്ഥമറിയില്ല. അനേകം ഋതുക്കൾ നാണയം തുലച്ച് അംബികയുടെ കച്ചവടം കഴിഞ്ഞു. ഒരു കച്ചവടവും ലാഭത്തിലല്ല. ഉണ്ടെന്ന് തോന്നുന്ന ലാഭം ഒരു നഷ്ടം, പറ്റുന്ന നഷ്ടം ലാഭവുമല്ല. പക്ഷേ എവിടെയോ ഒരു ത്രാസിൽ സൂചി നിശ്ചലമാകുന്നു. അതെ, നിശ്ചലമാകുന്നു. ഉപജാപങ്ങളിൽ കൂടിയും അധികാരവിനിമയത്തിൽ കൂടിയും അംബിക വിരിഞ്ഞാടിയ ഋതുക്കൾ ഒന്നൊന്നായി അർത്ഥം അറിയാനാകാത്ത വേനലുകളിൽ കൂടി അനാഥമായ അറിവില്ലായ്മയുടെ നിശബ്ദതയിൽ മാർത്ത കൊഴിച്ചുകൊണ്ടേയിരിക്കുന്നു. യാതനകൾ അവരോഹണത്തിൻ്റെ താളവട്ടങ്ങളിൽ കൂടെ വിരിയുന്നു. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഒരുക്കുന്ന സംവിധാന തന്ത്രമാണ് മരണമെന്ന് ജനങ്ങൾ അറിയാത്ത ഒരു കാലം എല്ലാ വ്യവസ്ഥിതികൾക്കും ഉണ്ട്. മറവിയിലാണ്ടുപോയ ഒരു ഋതുവിൽ നിന്ന് അടർത്തിയെടുത്ത വടിയാണ് സേവ്യറിനെ മെനയുന്നത്. നീതിയുടെ മുകളിൽ പതിച്ച ഇരുണ്ട അടികളാണ് വടിയുടെ ഓരോ വീശലും നിർണയിച്ചുകൊണ്ട് സഫലമാകുന്നത്. കുട്ടികളില്ലാത്ത പൊറിഞ്ചുവിൻ്റെ മദ്യപാനം രോഗമാണ് എന്ന് വർഗീസിൻ്റെ ദൈവാന്തവിശ്വാസം പഠിപ്പിക്കുന്നു. എന്നാൽ ജന്മങ്ങൾ വാറ്റുന്ന ഒളിസങ്കേതങ്ങളിൽ ആരും അറിയാതെ ഒരു കാർമികൻ നിഗൂഢമായി ബലിയർപ്പിക്കുന്നുണ്ട്. നന്മ തിന്മകളുടെ അമ്മമാർ അതിൽ പങ്കാളികളായി മക്കളെ വളർത്തുന്നുണ്ട്. ത്രാസുകൾ തകരുന്ന ഒരിടം ഉണ്ട്. കലണ്ടർ ഇല്ലാത്ത ഒരു കാലം ഉണ്ട്. സൂചി ഇല്ലാത്ത ഒരു ക്ലോക്കിൽ ഋതുക്കൾ നിറങ്ങളില്ലാതെ അടിയുന്നു. അജ്ഞാത ബോധങ്ങളിൽ കാറ്റടിക്കുന്നു. ദൂരതീരങ്ങളുണ്ട്, കാറ്റുകൾ ഉണ്ട്. സച്ചിദാനന്ദന് ഒരു തരത്തിലുമുള്ള വൈകല്യവും ഇല്ലായിരുന്നു. അത് അവൻ്റെ വൈകല്യമായിരുന്നു. വർക്കിയെ പാമ്പു കടിച്ചത് 99 വെള്ളപ്പൊക്കം വാർന്ന് പിന്നെയും ഏറെ വർഷങ്ങൾ കഴിഞ്ഞാണ്. അതിനു കാരണം അനേകം ആണ്ടുകൾക്ക് മുൻപ് തുടങ്ങിയ അഭിസരണത്തിൻ്റെ ഏകാംഗ നാടകത്തിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ രീതികൾ അപ്രസക്തം. ഓരോരുത്തൻ്റെയും യാതനയ്ക്ക് മറ്റൊരു കാലമാണ് സാക്ഷി. അന്നയെയും കൊണ്ട് അനേകം നാഴികകൾ താണ്ടി അപ്പൻ കണ്ണാടിപ്പുഴയിലെത്താൻ മറ്റൊരു കലണ്ടറാണ് ഉത്തരവാദി. വാദിയും പ്രതിയും ആണ് സാക്ഷി. സാക്ഷിയാണ് തെറ്റിനുത്തരവാദി. കാലം ആണ് സാക്ഷി. കാലം മാത്രമാണ് സാക്ഷി. ജന്മതീരങ്ങൾ പലവട്ടം താണ്ടി തോമ കണ്ണാടിപ്പുഴയിൽ തന്നെ അവതരിക്കാനും മറ്റൊരു കാലം. അതൊക്കെ ഇന്ന് അപ്രസക്തങ്ങൾ. മനുഷ്യർക്ക് അസാധ്യമായ പ്രാചീന സംവിധാന തന്ത്രങ്ങൾ. നുണ പറയുന്നവർക്കും നേരു പറയുന്നവർക്കും ഒരേ തരം അനുഭവം. അനേകതരം അനുഭവമുള്ളവർ ഒരേപോലെ മൂത്രമൊഴിക്കുന്നു. അനേകം ജീവിതങ്ങൾക്ക് ചരിത്രമായി ഒരേ ചുമടുതാങ്ങി ഉണർന്നു നിൽക്കുന്നു. അനേകം ജീവിതങ്ങൾക്കു സാക്ഷിയാകുന്നു. ഇതൊരു വൃത്തികെട്ട ഇടമാണ്. ഇതൊരു പേടിപ്പെടുത്തുന്ന ഇടമാണ്. ഇതൊരു സങ്കീർണമായ കടുങ്കെട്ടാണ്. തുമ്പികളെ കൊണ്ട് കല്ലെടുപ്പിച്ച് കളിവീടുണ്ടാക്കുന്ന കുട്ടികൾ പോലും ആരും അറിയാത്ത കർമ്മബന്ധങ്ങളുടെ കച്ചവടത്തിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട് തേഞ്ഞു തീരുന്ന നാണയമാകുന്നു. കണ്ണാടിപ്പുഴ കണ്ണാടികളുടെ ഇടമാണ്. വെറുതെ തുള്ളുമ്പോഴും വെറുതെയാകാതെ പ്രതിബിംബങ്ങളെ നെഞ്ചേറ്റി വ്യാകുലമാകുന്ന ഓളങ്ങൾ. ഓരോ ആകൃതിയെയും കാറ്റ് ഉലയ്ക്കുന്നു. കണ്ണാടിപ്പുഴയിൽ കർമ്മങ്ങളേയുള്ളൂ. ആടുന്ന കണ്ണാടിയിൽ അനേകം ബിംബസഞ്ചാരങ്ങൾ തകർന്നൊടുങ്ങി മറ്റൊരു ബിംബമാകും പോലെ വികലമാകുന്ന സ്വച്ഛത. എനിക്കറിയാം, ഞാൻ മുറിഞ്ഞുകൊണ്ടേയിരിക്കുന്നത് മഹത് യാതനകളുടെ പല്ലുകളേറ്റാണ്. കണ്ണാടിപ്പുഴ ഒഴുകുന്നത് എൻ്റെ രക്തത്തിലാണ്. അവളിലെ നിഴലുകൾ എൻ്റെ മാംസത്തിൽ തപിക്കുന്നു. മാംസമോ പുഴയോരത്തെ ചതുപ്പുകൾ പാകപ്പെട്ട് രൂപപ്പെട്ടു.
രക്തപ്രവാഹങ്ങൾ അവളുടെ ഒഴുക്കുകളിൽ നിന്ന് ഉണ്ടായി. അസ്ഥികൾ മാംസത്തിന് രൂപമേകും പോലെ അവളുടെ ധൂമിതങ്ങളായ തിട്ടകൾ എന്നെ ഒഴുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഞാൻ എല്ലാവരും ആണ്, എല്ലാവരും ഞാൻ ആണ്. തീരദേശങ്ങളും പലായനങ്ങളും ദൈവാവതാരങ്ങളും മാനസാന്തരങ്ങളും മതപരിവർത്തനങ്ങളും അവളുടെ തീരങ്ങളിൽ അസ്തമിക്കുന്നു. അവളുടെ ഓരോ തുള്ളിയിലും ഞാനും എൻ്റെ ഓരോ തുള്ളിയിലും അവളും നൃത്തമാടുന്നു, നൃത്തമാടുന്നു. സങ്കീർണമായ ഇടങ്ങളിൽ നിന്ന് മുദ്രകൾ ജീവാവരോഹണം കൊണ്ട് വിരിയുന്നു. എല്ലാറ്റിൻ്റെയും അർത്ഥം ആരായുന്ന നല്ല സംഗീതം കേൾക്കുന്നു. ഞാൻ യുദ്ധം ചെയ്യുന്നത് യവനികയോടല്ല, ജീവിക്കുന്നത് നാടകത്തിലല്ല. യുദ്ധം പ്രസംഗിക്കുന്ന തോറ്റ പോരാളി ഞാനല്ല. നാവികനെ പാടുന്ന തകർന്ന കപ്പൽ ഞാനല്ല. എന്നാൽ എല്ലാവരും ഞാനാകമൂലം എൻ്റെ ദൈവമേ, പ്രാചീന സംഘാടക, നിനക്ക് നന്ദി. നിന്റെ പച്ച നിറങ്ങൾക്ക്, എല്ലാ നിറങ്ങൾക്കും, എല്ലാ ശബ്ദങ്ങൾക്കും, നീ ഒരുക്കിത്തന്നു എന്ന് എൻ്റെ വിഡ്ഢിത്തം തെറ്റിദ്ധരിക്കുന്ന കാട്ടാള ബോധങ്ങൾക്ക്, തലയ്ക്ക് മുകളിൽ തൂങ്ങിയാടുന്ന കലണ്ടറിൻ്റെ തുലാസിന്.